അസ്സലാമു അലൈക്കും. നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ്. മറ്റുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ന് മൈലാഞ്ചി ഇടുന്ന വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഒരു മൈലാഞ്ചി തൈയുണ്ട്. അതിൽ നിന്ന് മൈലാഞ്ചി ഊരിയെടുക്കുകയാണ്. ഉമ്മായിക്ക് മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷവും ഇതുപോലൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ മൈലാഞ്ചി നമുക്ക് ഊരിയെടുത്ത് കൊണ്ടുവന്ന് അരയ്ക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് വെച്ച് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടെ വെച്ച് അരച്ചെടുക്കാം. ഇതാ ഒന്ന് ഒതുക്കിയെടുത്ത് ഇനി ബാക്കിയും കൂടെ വെച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കാം. ഇതുപോലെ ആരെങ്കിലുമൊക്കെ മൈലാഞ്ചി ഇടാറുണ്ടോ? നമ്മൾ ട്യൂബ് മൈലാഞ്ചി ഒന്നും വാങ്ങിക്കാറില്ല. ഇതാണ് നന്നായിട്ട് അരച്ചതാ. നോക്കിക്കേ, അടിപൊളിയായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം. കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ നമ്മുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ചേട്ടത്തിയും മോളും കൂടെ വന്ന്, ചേട്ടത്തിയുടെ മോളാണ് ഉമ്മായിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ പിടിച്ചു. ഇന്നത്തെ പെരുന്നാളിൻ്റെ അന്നാണിത് ഈ മൈലാഞ്ചി ഇടുന്നത്. ഒന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ്. മൈലാഞ്ചി മാത്രമേ അരച്ചുള്ളൂ, മറ്റുള്ളതൊന്നും ഒന്നും ചേർത്തില്ല കേട്ടോ. നന്നായിട്ട് ചുമക്കുന്ന മൈലാഞ്ചി ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാളിനും ഇതുപോലെ പറിച്ച് അരച്ചിട്ടിരുന്നു. ഇങ്ങനെ തൊപ്പി പോലെ വെച്ചിട്ട് കയ്യിൽ വെള്ളയ്ക്കും ഇട്ട് ഇടാം. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ മാത്രമേ മൈലാഞ്ചി ഇടത്തുള്ളായിരുന്നു. കയ്യിൽ കുത്തും. അന്നൊക്കെ പെരുന്നാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമായിരുന്നു. എല്ലാവരും കൂടെ കൂടുമ്പോൾ രസമായിരുന്നു. എപ്പോഴും എല്ലാവരും വന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നു. അങ്ങനെ അവർ വിട്ട് മൈലാഞ്ചി ഞാനും ഇട്ട് ഇത് ഉമ്മയുടെ കയ്യിലിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ മൈലാഞ്ചി ഇട്ടതും ഇട്ട് ഊരിയതിന് ശേഷം ചുമന്ന് അതും ഒക്കെ നമുക്ക് കണ്ടുവരാം.